അങ്ങനെ ശകലമല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തനത്തോട്. നമ്മളിന്ന് വന്നിരിക്കണം വീണ്ടും മൈൻക്രാഫ്റ്റ്. നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് വില്ലേജസിൻ്റെ ട്രേഡ് ഫാം ഐസ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ വില്ലേജ് കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഞാൻ ഇവിടെ കുറേ പൂക്കളൊക്കെ വളർന്നു ഗൈസ്. ആൻഡ് ബൈ ദ വൈ ഇവിടെ കുറേ പശു ഇപ്പുണ്ട്. പശു മീൻസ് ചെമ്പരി ആട് ഇപ്പുണ്ട്. ഉണ്ട് മണിക്കുട്ടി എൻ്റെ കയ്യിലുണ്ട് ഗൈസ് ഒരു തത്ത. അയ്യോ ഇപ്പോൾ വന്നിട്ടില്ല ഗൈസ്. ഇടയ്ക്ക് എൻ്റെ തോളത്ത് വന്നിരിക്കാറുണ്ട്. അപ്പോൾ കാണിച്ചില്ല ഞാൻ ഒരു തത്തേനെ ടീം ചെയ്ത് എൻ്റെ പെറ്റാക്കിയിരുന്നു ഗൈസ്. ആൻഡ് ബൈ ദ വൈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്കുക ഗൈസ്, നിങ്ങൾ ഒന്നും നോക്കണ്ട. ആൻഡ് ബൈ ദ വൈ നമ്മുടെ ഇന്നലെ പണിഞ്ഞ സൂ എങ്ങനെയുണ്ട്? കിടുവല്ലേ? സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്കിഷ്ടപ്പെട്ടു സൂ, കൊള്ളാമല്ലേ? നൈസല്ലേ? പിന്നെ അത് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഇവിടെ വെച്ച് ലുക്ക് പോയെന്ന് തോന്നുന്നു. ആൻഡ് ബൈ ദ വൈ മരമൊക്കെ കളിച്ച് അയ്യോ ഞാനിവിടെ മേളിൽ മൂടാൻ മറന്നു പോയി. അത് കാരണം മരമൊക്കെ അങ്ങനെ ഇരിക്കുന്നു. കുഴപ്പമില്ല. നമ്മുടെ എന്തായിരുന്നു പാണ്ഡ്യയ്ക്ക് ഇച്ചിരി സൂര്യപ്രകാശം നുണയിട്ട് ഗൈസ്. ബൈ ദ വൈ എന്തായിരുന്നു എന്തോ മറന്നുപോയി. നമ്മൾ എന്തായാലും ഇന്ന് വില്ലേജേഴ്സിൻ്റെ ഫാം തുടങ്ങാൻ പോയി. അതിന് നമുക്ക് വേണ്ടത് ഒരു ഫർണാസ് എവിടെയെങ്കിലും ഒപ്പിക്കണം. ഇവിടെ പോടാ പന്നി ചാവു. അയ്യോ കത്തി അമ്മച്ചേ, വെള്ളമില്ല. നീ എന്നെ കൊല്ലാനാ? ചാവു. അത്രേ ഉള്ളു. ഇവൻ്റെ ഈ റോട്ടർ ഫ്ലഷ് എനിക്ക് വേണ്ട. റോട്ടർ ഫ്ലഷ് ഒന്ന് കയറിയായി നമ്മളെ കയ്യിൽ. ഞാൻ കളയട്ട്. അവിടെ കള. എൻ്റെ മേത്തോട്ട് അങ്ങനെ കയറി അതിനെ കൊല്ലുന്നു ഗൈസ്. എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡിംഗ് ഫാം ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ സാധനം വെച്ച് ഉണ്ടാക്കാം. പിന്നെ നമുക്കൊരു എന്ത് വേണം തേങ്ങ ഉമ്മാരെയൊക്കെ പിടിക്കാൻ നമുക്ക് ഇത് കയറ്റണ്ടേ? വൈദ്യുതി. പിന്നെ നമുക്ക് ഇവിടെ ഒന്നും മറ്റേ സാധനം ഇല്ലേ? ഒരു സംഭവം ആവശ്യമുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഫർണൈസും വേണം. പിന്നെ ഒരു സാധനമുണ്ട്, ഒരു മാപ്പ് കൺക്യൂറർ എന്ന് പറഞ്ഞ സാധനം. അങ്ങനത്തെ സാധനം ഗൈസ്. മറ്റേ മാപ്പൊക്കെ ഉണ്ടാക്കത്തില്ല ആ സാധനം. അവിടെ ഫർണസ് ഇരിപ്പുണ്ട് ഗൈസ്. ഫർണസ് കിട്ടി, 2 ഫർണസ് കിട്ടി ഗൈസ്. 2 ട്രേഡേഴ്സിന് ഉണ്ടാക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് മറ്റൊരു സാധനം കൂടി ഉണ്ടെങ്കിൽ സെറ്റായാലും. ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഒബ്സിഡിയൻ 5 എണ്ണം കിട്ടി ഗൈസ്. അയൺ സ്പിയർ ഉണ്ട്, അയൺ സോഡും ഉണ്ട് ഗൈസ്. ഇത് കൊള്ളാമല്ലേ? നമ്മുടെ കിടില വില്ലേജ് ആയി ഗൈസ്. ബ്രെഡൊക്കെ ഉണ്ട് ഗൈസ്. ഒബ്സിഡിയൻ നമുക്ക് എന്തായാലും ഒരു പോർട്ടൽ സെറ്റാക്കണം ഗൈസ്. ഇവനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഗൈസ് നീ വില്ലേജറിനെ കാണുന്ന. നീ കള്ളനാണോ? പോക്കറ്റിൽ ക്യാരറ്റൊക്കെ ഇരിക്കുന്നത്. അവൻ്റെ പോക്കറ്റിൽ ക്യാരറ്റ് ഇരിക്കുന്നത് ഗൈസ്. അവൻ കള്ളനാണോ എന്ന് എനിക്കറിയത്തില്ല. പരക്കം പാഞ്ഞ് ഓടുന്നുമുണ്ട്. എന്തോ ഒരു കള്ളത്തരില്ലേ അവിടേക്കാ പന്നി. നീ അങ്ങോട്ട് ഓടുന്നു കള്ളത്തരം. നീ കള്ളനാണോടാ? സത്യം പറടാ, നീ ഇത് മോഷ്ടിച്ചല്ലടാ. വില്ലേജേഴ്സ് ഇത് കട്ടോണ്ട് പോകുന്ന ഗൈസ്. അത് അടിച്ച് കൊല്ലുന്നവനാ. എല്ലാം പോയി. നമുക്കപ്പോൾ ഇന്ന് എങ്ങനെയും ഒരു വില്ലേജേഴ്സിൻ്റെ ട്രേഡ് ഫാം തുടങ്ങണം. അല്ലെങ്കിൽ നമുക്ക് വല്ല ഫാം എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന്. അതാണ് എൻ്റെ പ്ലാൻ. വില്ലേജസിൻ്റെ ട്രേഡ് ഫാം തുടങ്ങാമെന്ന് പറഞ്ഞാൽ വന്നാൽ. പക്ഷേ ഇവിടെ ഫർണസ് മാത്രമേ ഉള്ളൂ ഗൈസ്. വേറെ മറ്റേ സാധനം കിട്ടുന്നില്ല. ആൻവിൽ വെച്ചൊന്നും ഉണ്ടാക്കാതെ അടുത്ത ഗൈസ്. നമ്മുടെ ഈ വില്ലേജ് വെറൈറ്റി ആൾക്കാരുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല. അത് ഇങ്ങനെയുള്ള ഇതൊന്നും. ഇവനെ ട്രേഡ് ചെയ്യാൻ എന്താ കിട്ടുന്നത്? ഇതുപോലെ സംഭവം. ഇവനെ ട്രേഡ് ചെയ്യുന്ന ഇതെന്തുവാന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അൺബ്രേക്കിംഗ് 3 ബേൻ ഓഫ് ആർത്രോപോഡ്സ് പുതിയതാണ് ഗൈസ്. പുതിയ എൻജാൻറ്റും പിന്നെ വേറെ എക്സ്ട്രാ കുറേ എൻജാൻറ്റും ഉണ്ട്. ഇവനെ നമുക്ക് വേണം ഗൈസ്. ഇവനെ പക്ഷെ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാമില്ല. ഇതെനിക്ക് വേണം. 15 കോൾ ഇവൻ്റെ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എവിടെ നിന്നേലും മൈനിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു സമന്ത ബയോം കണ്ടുപിടിക്കണം. എൻ്റെ എൻ്റെ വീട് എവിടെ? എൻ്റെ വീട് നിൽക്കുന്നത് സമന്ത ബയോമില്ല ഗൈസ്. ഈ കളറ് മങ്ങി കിടക്കുന്നതാണ് ബയോം സമന്ത. ഇവിടുത്തെ ഈ പച്ച കളറിൽ കിടക്കുന്നതാണ് ജംഗിൾ ബയോം. നമ്മളിപ്പോൾ ഇവിടുന്ന് കുഴിക്കാൻ തുടങ്ങിയെന്നാൽ ഞാൻ എവിടെയോ ഒരു ട്രേഡിങ് സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ എവിടെയാണെന്ന് ഞാൻ മറന്നു ഗൈസ്. അതാണ് എൻ്റെ കുഴപ്പം.
തുടങ്ങിയും എവിടാന്ന് പറഞ്ഞു പോകും. ഗൈസ് റെക്കോർഡിങ് വന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിന്നു പോകും ഗൈസ്. ഇടക്കിടക്ക് അതിന് ശുശ്രൂഷിക്കാൻ പോകണം ഗൈസ്. എനിക്ക് ഇവിടെ എവിടെയാണ് വില്ലേജ് ഒരു ഇത് തുടങ്ങിയതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇവിടെ വല്ലതും ആണോ? ഞാൻ എവിടെയോ ഒരു മൈനിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എവിടെയോ അല്ല ഇവിടെ അല്ലല്ല, ഇത് ഞാൻ വേറെന്തോ ആവശ്യത്തിന് തുടങ്ങിയിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കാണിക്കണമെന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇപ്പം കാണിച്ചിട്ടാ ഗൈസ്. അവിടെ അൺലിമിറ്റഡ് സ്റ്റോൺസ് നമുക്ക് കിട്ടും ഗൈസ്. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അല്ല, അത് ഞാൻ കാണിച്ചു തന്നു ഗൈസ്. നിങ്ങളെ കാണിച്ചു തരുന്നു. അവിടെ നമ്മൾ ഒരു കട്ട പൊട്ടിക്കണേ, അവിടെ വേറെ കട്ട വരും ഗൈസ്. അൺലിമിറ്റഡ് സ്റ്റോൺ ഫാം. അതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ഗ്ലാസ്സൊക്കെ ഉണ്ട് ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ ഇതൊക്കെ മറന്നുപോയി, കുറേ ആളെ കളിച്ചിട്ട്. അല്ല 2-3 ദിവസമായി ഞാൻ മറന്നുപോയി പക്ഷേ എന്തൊക്കെ വെച്ചെന്ന്. പിക്കാക്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇവിടം വരെ വന്നു. ഓടിക്കോ, ഇപ്പം കാണിച്ചു തരാം ഗൈസ്. എനിക്ക് സ്പ്രിൻറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഓടാൻ പറ്റുന്നില്ല. ഈ സ്പ്രിൻറ്റ് ചെയ്താൽ നല്ല സ്പീഡിൽ ഓടാൻ പറ്റുന്നുണ്ട്. ഇത് ഓടാൻ പറ്റുന്നില്ല. ഇവിടെ പൊട്ടിക്കാം. ഇവിടെ അല്ല, ഇവിടെ. ഇപ്പം നമുക്ക് ഒബ്സിഡിയൻ കിട്ടിയില്ലേ? ഒരാവശ്യമില്ലായിരുന്നു ഗൈസ്. ഇതിങ്ങനല്ല പക്ഷേ വരേണ്ടത്. ഇതെന്തോ ഒരു ചിന്ന മിസ്റ്റേക്ക്. ഇതെപ്പോൾ പൊട്ടുമെന്നും എനിക്കറിയത്തില്ല. അയ്യോ, ഫൈനലി പൊട്ടി. അയ്യോ ഇത് ഇവിടെ ഒബ്സിഡിയനൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ എപ്പോൾ ഞാൻ വെച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അയ്യോ ഇതെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ്. ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനൊന്നും ചെയ്തതല്ല. പിന്നെ അങ്ങനെ ഇവിടെ ഒരു ഇത് വന്ന് ഇതെന്തോ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തേങ്ങ ഞാൻ തന്നെ പറഞ്ഞു ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചേന്ന്. നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ തുടങ്ങാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്ലാൻ ഇത് തന്നെയാണല്ലോ. എങ്ങോട്ട് തുടങ്ങും നമ്മൾ? ഇവിടുന്ന് അങ്ങോട്ട് മൈനിങ് ചെയ്യാം. ഇവിടെ നമ്മുടെ അൺലിമിറ്റഡ് സ്റ്റോൺ ഫാം. നമുക്ക് അടിയിലോട്ട് ഇച്ചിരി മൈൻ ചെയ്ത് പോകാം ഗൈസ്. നമ്മൾ ബിഗിനർ ഗൈസ്. എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല. ഇത് ഗോൾ കിട്ടി ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് തന്നെ. കുറേ ഉണ്ടല്ലോ ഗൈസ്. തേടിയ വള്ളി കാലേ ചുറ്റി, അത്രേ ഉള്ളൂ. കോള് അപ്പി വന്നത് കോൾ ഒറ്റയടിക്ക് കിട്ടി നമുക്ക് ഗൈസ്. ഇതെന്ത് കോളിൻ്റെ അഭിഷേകമാണ് ഇവിടെ. തീർന്ന ഗൈസ് 15 കോളായി ഓൾറെഡി. കോപ്പർ കിട്ടി ഗൈസ്. വെറുതെ വന്ന അടുത്ത കോപ്പർ കുഴപ്പമില്ല. നമുക്ക് 15 കോൾ ഓൾറെഡി ആയി. ഇത് കൊള്ളാലോ ഗൈസ്. ആദ്യമായിട്ട് എനിക്ക് ലക്കുണ്ടായി ഗൈസ്. എൻ്റെ പ്രാർത്ഥന ആദ്യമായിട്ട് കേട്ട്. ഒരു എമറാൾഡ് മെറ്റാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അവനെ പോയി പിടിക്കണം ഗൈസ്. എൻ്റെ വീടിൻ്റെ അകത്ത് ആരും ഇരിപ്പുണ്ട്. അതിൻ്റെ ആർമർ ഐസ് മെറ്റവനെ പോയി കണ്ടുപിടിക്കട്ടെ. 15 കോൾ കൊടുത്ത് അവന് എമറാൾഡ് തരുമെന്ന് പറഞ്ഞാൽ തന്നില്ലേ. അവനെ ഇവിടെ കുഴിച്ചടത്തി കൂമ്പിടിച്ചാണ്ട് വായി പെട്രോൾ ഒഴിച്ച് ഞാൻ കത്തിക്കും. ഞാൻ കേട്ട് എവിടെ പോയി? അയ്യോ 9 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു 15 മിനിറ്റത്തേക്ക് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കത്തുള്ളൂ, അതുറപ്പാണ്. ഇന്ന് നമ്മൾ വല്ല മൈനിങ് സെറ്റാക്കും ഗൈസ്. ട്രേഡേഴ്സ് ഫാം. ഇവൻ തന്നെ അവിടെ ഇക്കടാ. നിനക്കല്ലേ 15 കോൾ തന്നാ എമറാൾഡ് കാടാ കിട്ടി ഗൈസ്. അയ്യോ ഇനിയും കിട്ടുമല്ലേ എമറാൾഡ്. 15 കൊടുക്കണം, ഇനിയും കിട്ടി ഗൈസ്. അവൻ്റെ എമറാൾഡ് ഒരു എമറാൾഡ് കിട്ടി. ഇതാ എൻ്റെ ചെസ്റ്റിൽ കൊണ്ട് വെക്കട്ടെ. ഞാൻ ചെസ്റ്റിൽ കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. എനിക്കറിയത്തില്ല, ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ അടക്കുന്ന കോള് ഞാൻ വിചാരിച്ച പോലും ഇല്ല. 0 ഒറ്റയടിക്ക് 15 കറക്റ്റായിട്ട് കിട്ടി ഗൈസ്. 15 കോള് ലക്കെന്ന് പറഞ്ഞാൽ ഇതാണ്ട ലക്ക്.
കോള് കിട്ടി. അയ്യോ, ഞാൻ ബാക്കി ഒന്നുകൂടി പോയി മൈൻഡ് ചെയ്യട്ടെ. ഞാൻ വീണ്ടും കോള് കിട്ടുന്ന അവൻ്റെ ഇത് വീണ്ടും വെച്ചിട്ട് ഊറ്റണം. എത്ര ഇതുണ്ടെങ്കിൽ നമുക്ക് ആ സോഡ് എനിക്ക് വേണം ഗൈസ്. എന്ത് വന്നാലും ഇവിടെ കേവ് ഉണ്ട് ഗൈസ്. കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാൽ മിക്കവാറും നമുക്ക് മറ്റേ എൻഡ് പോർട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ പിന്നെ കുറേ പണിയുണ്ടല്ലേ. എൻഡ് പോർട്ടൽ കണ്ടുപിടിക്കുക. എൻ്റർമാനെ കൊല്ലണം. എൻ്റർമാനെ കൊന്നാലും എൻ്റർമാൻ്റെ എൻ്റർപേൾ കിട്ടും. ടോർച്ചുണ്ടല്ലോ എൻ്റെ ഗൈസ്. ഇതിനു മുമ്പ് എൻ്റെ കോള് കിട്ടിയായിരുന്നല്ലേ. അപ്പം ഞാനോർത്ത് വീണ്ടും കോള് കിട്ടിയിരിക്കുന്നു. ശരി, ഗൈസ് ഒറ്റ സെക്കൻഡ്. ഞാൻ ഇവിടെ തന്നെ ഒന്ന് കുഴിച്ച് നോക്കട്ടെ. ഇവിടെ കുറച്ച് കോപ്പർ കിട്ടി, അത് മതി. കോപ്പർ വെച്ച് കോപ്പർ. അയ്യോ, ഇപ്പം എൻ്റെ കിടക്കുന്ന ആർമർ ഏതാ ഇനി? ഇപ്പം എൻ്റെ ആർമറൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഗൈസ്. ഇവിടുത്തെ കോപ്പർ ഫുള്ള് കുഴിച്ചെടുക്കുക, അതാണ് എൻ്റെ ആദ്യത്തെ പായ. കോപ്പർ ഫുള്ള് കിട്ടി. അയ്യോ, കിട്ടിയില്ല. അല്ല, പൊരിക്കുന്നുണ്ട്. കരിമീൻ കഴിക്കുന്നുണ്ട്. അയ്യോ, എന്ത് തേങ്ങ. ഗൈസ് അവിടെ കുഴിക്കാൻ നിൽക്കണ്ട ഗൈസ്. അതെൻ്റെ ഇത് കാണാൻ പറ്റും അവിടെ കുഴിച്ചെന്ന്. കരിമീൻ പൊരിക്കുന്നുണ്ട്. വയില വറുത്തതുണ്ട്. ഇത് കോള് വേണം. കോള് 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 താടാ. കോള് താടാ. കോള് താടാ ഗൈസ്. യോമാൻ എനിക്ക് കോള് വരുന്നില്ല ഗൈസ്. പൊട്ട് 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 പൊട്ട്. ഗൈസ് കോള് കിട്ടുകഴിഞ്ഞ് പാടാന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് കോള് കിട്ടുന്നില്ല ഇപ്പം. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കുഴിച്ച് പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഒന്നും കിട്ടത്തില്ല. അത് മിക്കവാറും നമ്മൾ സൈഡിലോട്ടൊക്കെ ഇട്ട് പോകേണ്ടി വരും ഗൈസ് കോള് കിട്ടാൻ വേണ്ടി. എൻ്റെ ജസ്റ്റ് ഇച്ചിരി കൊണ്ട് ടോർച്ച് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടില്ല. അതില്ല, ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ എൻ്റെ ഈ കോപ്പറൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് വരാം ഗൈസ്. ജസ്റ്റ് അയ്യോ, ഇതെന്താണ്? ഈ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇന്ന് വീട്ടിലോട്ട് പോകുന്ന ഒരു ഫോൺ തന്നെ റീബൂട്ടായി പോയി ഗൈസ്. അതുകൊണ്ട് മിക്കവാറും ഞാൻ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗൈസ്. അടുത്ത വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണുന്നവരെ സീ യു ഗൈസ്. എല്ലാവരും സബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. അപ്പോഴത്തേക്കും ബൈ.